പങ്കാളി ഇവർക്ക് ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവർക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കി ഇവരിൽ നിന്നും അകലാൻ വേണ്ടി നോക്കുമ്പോൾ ഈ നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റി ഉള്ള ആള് ചെയ്യുന്നത് നിങ്ങളെ നിങ്ങളുടെ സുഹൃത്തിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നോ ഒക്കെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർ നുണകൾ പ്രചരിപ്പിക്കാം. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് സ്വന്തം മക്കളെ പോലും ആയുധമായിട്ട് അവർ ഉപയോഗിക്കാറുണ്ട് പങ്കാളിക്കെതിരെ അത് കോടതിയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു വക്കീലെന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു നാർസിസിസ്റ്റ് പേഴ്സണാലിറ്റിക്കെതിരെ നിങ്ങൾ വിവാഹമോചനത്തിനായി ഫാമിലി കോടതിയിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾ ശരിക്കും ഒരു വിവാഹമോചനത്തിന് വേണ്ടി മാത്രമല്ല, ഒരു മാനസിക യുദ്ധത്തിൽ കൂടിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കേസുകളിൽ ഈ തെളിവുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു രക്ഷാകവചം കൂടിയാണ്. ഈ കോടതിയിൽ നിങ്ങളുടെ വാദം പൊളിക്കാൻ വേണ്ടി ഇവർ പല കള്ളങ്ങളും പറയാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനായിട്ട് നിങ്ങൾ വാട്സപ്പ് മെസ്സേജുകളും ചാറ്റുകളും ഇവരുടെ ഫോൺ റെക്കോർഡ്സുകളും എല്ലാം കൃത്യമായിട്ട് തന്നെ ശേഖരിക്കുക. പിന്നെ നിങ്ങൾ മ്യൂച്വൽ ഡിവോഴ്സിനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവർ അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഡിവോഴ്സ് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവർ ഒന്നില്ലെങ്കിൽ അപ്രായോഗികമായിട്ടുള്ള ഒരു വലിയ തുക ചോദിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കേസ് അകാരണമില്ലാതെ മുന്നോട്ടേക്ക് വെറുതെ നീട്ടിക്കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് നിങ്ങൾ മാനസികമായിട്ട് തന്നെ കരുതിയിരിക്കുക. ഈ വൈകാരികമായിട്ടുള്ള റിയാക്ഷൻസ് ഒഴിവാക്കുക. കോടതിയിലും അല്ലെങ്കിൽ കോടതി പരിസരത്തും ഒക്കെ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവർ പല ശ്രമങ്ങളും നടത്തും. ഇപ്പൊ നിങ്ങൾ ദേഷ്യപ്പെടുന്നത് അത് അവർക്ക് ചിലപ്പോൾ കോടതിയിൽ തെളിവായിട്ട് അവർക്ക് ഫേവർ ആയിട്ടുള്ള ഒരു തെളിവായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മൗനം പാലിക്കുക.